ഗ്രൂപ്പിന്റെ വീഡിയോക്ക് നീ വെളുത്തിരിക്കുന്ന ആ JMP കറുത്തിരിക്കുന്ന എന്താണ്? അയ്യോ, എന്തായാലും നിനക്ക് പൈസ ഞാനല്ലേ കൊടുക്കുന്നത്. പൈസ കൊടുത്തിട്ട് ഇറങ്ങിപ്പോ. ശരി ശരി, അപ്പൊ പൈസ കൊടുക്കും. ഇല്ല ഇല്ല, പിന്നെ എന്തുവാടാ ഇത്? കടാ ജീവിതം, കടാ ജീവിതം, കടാ ജീവിതം. അമ്മയ്ക്ക് കടാ ജീവിതം, എനിക്ക് കടവും ജീവിതവും കേട്ടാ ഉണ്ടായിരുന്നു. വാട്സ്ആപ്പ് ബോയ്സും ഗേൾസും കാണുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോക്ക് അത് കുറച്ചേറെയൊക്കെ യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വരികയാണ്. ലെൻസ് വെക്കാൻ പാടാടേ, എന്നാലും ഞാൻ ശീലിച്ച് വരുന്നു. ഈ കണ്ണിൽ എനിക്ക് വലുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാറില്ല, പക്ഷെ ഈ കണ്ണിൽ ചെറുതായിട്ട് അടയ്ക്കുമ്പോഴൊക്കെ ഒരു ഫീലുണ്ട്. അതിൻ്റെ പൊക്കത്ത് കൂടി ആ പിരിയൻ ഈ കൺപീലിയാണെന്നോ അതിങ്ങനെ തൊട്ട് പോകുമ്പം അല്ലെങ്കിൽ അയിലിട്ട് തൊട്ട് പോകുമ്പോൾ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ശീലമായിരിക്കും. എന്തായാലും ഇത് 1 മാസത്തേക്ക് ഉപയോഗിക്കണം ഈ സാധനം. പിന്നെ അടുത്ത് നമ്മൾ പിന്നെ ഓരോരോ മാസത്തേക്ക് ഉണ്ടല്ലോ. എന്നാലും ക്ലാരിറ്റി ഉണ്ട്. ഇതിപ്പോൾ വെച്ചുകളാണ് കണ്ണ് നിറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ പോയിട്ട് കുറച്ച് പൈസ എടുക്കണം, പലിശക്കുള്ള പൈസ എടുക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മറ്റേ 4 ലക്ഷം രൂപ മേടിച്ചില്ലായിരുന്നു ഒരാളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അയാൾക്ക് ഞാൻ 2 ലക്ഷം കൊടുക്കും, പിന്നെ 2 അടുത്ത മാസം കൊടുക്കും. 2 കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ 2 ഇല്ല, അത് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ 2 കിട്ടത്തുള്ളൂ. അതിന് മുമ്പ് പലിശ കൊടുക്കണം. അത് നമുക്ക് കൊടുത്തിട്ട് വരാം. അതാണ് ഫസ്റ്റ് ജോബ്. പിന്നെ കൈസ് വരുന്ന വഴി കുറച്ച് ഫ്രൂട്ട്സും കൂടി മേടിച്ചേക്കാം. മേടിച്ച ഫ്രൂട്ട്സ് എല്ലാം തീർന്നു. എനിക്ക് കുറച്ചുകൂടി ഷേക്കും സ്മൂതിയും ട്രൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കണ്ടൻ എങ്ങോട്ട് പോകുന്നു? അവന്റെ മുള്ള നീ കരഞ്ഞാൽ അച്ഛനെ കൊണ്ട് ഇതേ ആഹാരം ഇടിപ്പിച്ച് നീ അങ്ങോട്ട് പോയി കഴി. എന്താ കഴി പോ. അഭിനയമാടാ നീയൊക്കെ, എനിക്കറിയാം. അവര് പറയണ്ട. കണ്ടന്റെ മിനിയേച്ചറാണ് ഇത്. അവൻ കഴിച്ച പോലും ഇല്ല. ഞാൻ മുള്ളുപോടാ. ആ മുള്ളി കണ്ട അവൻ. അമ്മയുടെ കളരം കൊണ്ട് ഇപ്പോൾ അവിടെ ATM ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് പൈസ എടുക്കാം. പൊടിയിൽ ഇറങ്ങരുത് എന്നാ, സൈക്കിൾ കൊണ്ട് കുഴപ്പമില്ല. അപ്പം നാളെയോ മറ്റന്നാളത്തേക്ക് നമുക്ക് കാറിൻ്റെ അഡ്വാൻസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 27-28 തീയതിക്ക് നമ്മൾ കൈ കിട്ടുമെന്ന് തോന്നുന്നു. ആ ടയർ ഫുള്ളും പോയി കിടക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പുതിയ ടയർ ഇടണം. അപ്പോൾ കുറച്ച് ബിഗർ പ്രൊഫൈലുള്ള ടയർ കിട്ടെ. അതിനകത്ത് ലീഗലി പറ്റാവുന്ന ഏറ്റവും വലിയ ടയർ ഏതാ പക്ഷേ കാണാൻ ലുക്കുള്ളത്, അത് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ATM വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോപ്പറേറ്റീവത്തിൽ അത് പൈസ ഇല്ലടാ. ഇത്ര ക്യൂലുള്ള ആൾക്കാർക്ക് പറയാമില്ലായിരുന്നു പൈസ ഇല്ലത്. വെറുതെ ഞാൻ അവസാനം കയറി ഇത്ര ക്യൂലില്ല, അതിലെ പൈസ ഇല്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഇനി ATM ഒക്കെ ദൂരെയാണ്. ഈ 2 ATM വർക്ക് ചെയ്യുന്നില്ല. 3ാമത് ATM വന്നു, ഇവിടെയും പൈസ ഇല്ല. പിന്നെ എൻ്റെ ലെൻസ് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് ഇറിറ്റേറ്റ് ചെയ്തു. 2 ലെൻസ് ഈ കണ്ണിൽ ഒഴിക്കുന്ന സൊല്യൂഷൻ വല്ലതും ഉണ്ടാ ഇതിട്ട് കഴിഞ്ഞിട്ട്. ഫൈനലി പൈസ കിട്ടി കേട്ടോ. ATM തപ്പി ടൗൺ വരെ എത്തേണ്ടത്. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. പോകുന്ന വഴി മറ്റേ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടോ. ഇനി മൂലം ലെൻസ് ഇടുന്ന സമയത്ത് ഞാൻ 2 വീലറിൽ പോകത്തില്ല പുറത്ത്. എന്ത് ഇറിറ്റേഷൻ. കാർ മേടിക്കാൻ പോകുന്ന നല്ല കാര്യം. ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ ഞാൻ. കിടിലം പേരിക്കും ഇട്ടിട്ടുണ്ട്. അയാളെന്നെ കഴിപ്പിച്ചപ്പോൾ ഒടുക്കത്തെ മധുരമായിരുന്നു. അത് തന്നെ എല്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഞാൻ ലെൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ ഇടാം. ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടാം, അല്ല പുറത്തൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ബൈക്കിൽ പോകുന്ന സമയത്ത് ഇടുന്നില്ല. ഞാൻ കൊണ്ടുവന്ന ആപ്പിൾ ഗോവയാണ്. ചുവന്നിരിക്കുന്നുണ്ട. ഇനി ജ്യൂസ് അടിക്കാൻ പോവാം. ആണോ ചുവന്നിരിക്കുന്നുണ്ടോ? കുറേ നേരം ഉണ്ട് നോക്കിയാൽ. നമുക്ക് നോക്കാം അതിൻ്റെ സ്മൂതി പ്രോപ്പറായിട്ട് വരുമായിരുന്നില്ലെന്ന്. കുറച്ച് പാലൊഴിക്കാം. കുറച്ച് പാൽ വെച്ചിട്ട് കുറച്ച് തിക്കാരുണ്ടാക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓണാക്കാം. ഉള്ളു അരച്ചല്ലേ. മിക്സ് ചെയ്തതെല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആ മിക്സർ ഒടുക്കത്തെ വലുതാവണല്ലേ, കുറേ സംഭവം അതിനകത്ത് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു സാധനം മേടിച്ചേക്കാം. ഇനി വെറും ആപ്പിൾ മാത്രം ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും വേണ്ട, വെയിറ്റ് ചെയ്യാം. നമുക്ക് ആയി കേട്ട് പിന്നെ കുടിക്കും. ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ. ഞാൻ മറ്റേ പൈസ കൊടുത്തില്ല എടുത്തത്, അതിപ്പോൾ കൊടുക്കാൻ പോവാം. അമ്മയുടെ തന്നെ കൊടുക്കാം, അവിടെ അടുത്ത് തന്നെ കൊടുക്കേണ്ടത്. അമ്മ കൊടുത്തോളൂ. അതിന് വേണ്ടി പെട്ടെന്ന് കൊണ്ടുപോകാം. കാറ് കിട്ടിയിട്ട് വേണം മോനെ. എനിക്ക് വയ്യ. ഓടിച്ചൊരു തീരുമാനമാണ് ഞാൻ. ധാര അവിടെ ഇരിക്കുന്ന നോക്കിയേ. അമൃതവല്ലി. എന്താ പറ്റി? എന്റെ പേര് വിളിച്ചാ മതിയേ. എന്താ പേരല്ലേ വിളിച്ചത്? അല്ലാതെ ഇത് ചേർക്കണ്ട. എന്ത് അമൃതവല്ലി എന്നാണല്ലോ നമ്മുടെ പേര് ഫുള്ളും. എന്റെ പേര് വിട്ടോണം. എനിക്ക് ദേഷ്യം വരത്തരുത് തന്നെ. അയ്യോ, അവന്മാരെല്ലാരും കൂടെ പെരക്കകത്ത് കയറി ഇരിക്കുവോ? കടയിലോട്ട് വരണത്തിന് വരണ്ട, ഒന്നും ചെയ്യണം. ഞാൻ ബിസിയേ അല്ല. എന്തായാലും ആ കൊടുക്കാനുള്ള പലിശയില്ലേ, ഇന്നലെ കൊടുക്കണ്ട പൈസ. അമ്മയ്ക്ക് ഒരു എമൗണ്ട് കൊടുത്തു. അമ്മക്ക് പൈസ ഒരു എമൗണ്ടേ കൊടുക്ക്. ഞാൻ 2 കൊടുത്തു. 2 ഇപ്പൊ എന്റെ കിട്ടിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. 4 കൊല്ലം കൊടുത്തതിന് ശേഷം 4 എന്റെ ഇല്ല. 2 എന്തായാലും കിട്ടിയിട്ട് തരാം. നടക്കുന്ന കാര്യം ഞാൻ പലിശ അമ്മയ്ക്ക് തരാം, എമൗണ്ട് കൊടുക്കുക. പിന്നെ വോളറ്റ് ഫുള്ളും കീറിപ്പറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. എന്നാ അമ്മ പൈസ. അയ്യോ പൈസ അമ്മയ്ക്കുള്ളതല്ലേ, എനിക്കല്ലേ. അല്ല അവിടെ കൊടുക്കുക. ഞാൻ എന്തോ തെറ്റിദ്ധരിച്ചു. അയ്യോ കൊണ്ടേ കൊടുത്തിട്ടോ. ആർക്ക് കൊടുക്കാൻ? പലിശ അമ്മ കൊണ്ടേ കൊടുക്കുക. അല്ലെ മച്ചവളത്തെ അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഫുള്ള് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. മലയാളം അല്ലേ ഞാൻ പറയുന്നത് ഇത്ര നേരമായിട്ട്. അമ്മയ്ക്ക് മനസ്സിലായല്ല, പിന്നെ ചെയ്യാം. ഇപ്പൊ അത് കൊണ്ടേ കൊടുക്കും. നാളെ മറ്റന്നാളും മുതലിന്റെ 2 കൊടുക്കുക. അമ്മ കൊടുക്കൂ. വിളിച്ചു പോയി. ഹാൻഡ് ഗ്രിപ്പറിന്റെ വീഡിയോക്ക് നീ വെളുത്തിരിക്കുന്ന ആ JMP കറുത്തിരിക്കുന്ന എന്താണ്? അയ്യോ,
വീട്ടിൽ സൗന്ദര്യമുള്ള ആൾക്കാർ വെളുത്തിരിക്കും. നീ തേക്കുന്ന അതിനും കൊടുക്കടാ, നീ വല്ല തേക്കുന്നുണ്ടാ? എന്ത് തേക്കുന്നുണ്ട്? വെളുപ്പും കറുപ്പൊന്നും എന്റെ കളറായത് നോർമല്. പിന്നെ എന്നെ വെളുപ്പും കറുപ്പും വിട്, നീ ലുക്ക് എനിക്ക് അതെന്ന് പറഞ്ഞിട്ട് പറയാൻ അറിയില്ല. ലുക്ക് ആ കൊച്ചിനാണ്, ആ കൊച്ചു പെരക്കാത്ത കയറിക്കിടന്ന് കറുത്തു പോയി. പെരക്കാത്തിരുന്ന് കറുത്തു പോയി, അതൊന്ന് കറക്കാണ് ആൾക്കാര് പുറത്തിറങ്ങി കറക്കുന്നത്. അല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്തോണ്ട് എനിക്ക് തോന്നുന്നേ ഫോണ് കണ്ട് കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും കറുപ്പ് വെളുപ്പ് നോക്കിയിരിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയി കരിഞ്ഞു വരും കുറച്ച് കഴിയുമ്പോ, അത് കുഴപ്പമില്ല. ഓഹോ, അതെന്നെ നോർമൽ കളറാമ്മ. അമ്മയുടെ പറഞ്ഞത് ഞാൻ വൈറ്റ് പൂശിയെന്ന്. അർജുനമ്പിക്ക് ഹാപ്പിനെസ് വന്നിട്ട് അർജുനമ്പി ഇപ്പൊ വെളുത്ത് തുടുത്ത് ഒന്നും പറയണ്ട. മാത്രമേ ഹാപ്പിനെസ്. അർജുനമ്പി കറങ്ങാൻ പോകുന്നു, എറണാകുളം കറങ്ങുന്ന, ലുലുലു കറങ്ങുന്ന, അമ്മ ഇരുന്ന് തല കറങ്ങമ്മേ നിർത്ത്. മാത്രം ഇവിടെ. ശരി ശരി, അപ്പൊ പൈസ കൊടുക്കും. പറ്റുവാ? ഇല്ല ഇല്ല. പിന്നെ എന്തുവാടാ ഇത്? കടാ ജീവിതം, കടാ ജീവിതം, കടാ ജീവിതം. അമ്മയ്ക്ക് കടാ ജീവിതം, എനിക്ക് കടവും ജീവിതവും കേട്ടാ ഉണ്ടായിരുന്നു. ഇതിപ്പോ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും കട അടച്ച് വീട്ടിലോട്ട് പോവാം. അമ്മ ഓൾറെഡി വീട്ടിലോട്ട് പോവാ. ഇനി ജസ്റ്റ് ഈ ചാക്ക് തടുക്ക് താത്തിട്ടാണ്. എന്റെ കണ്ണ് ഫുള്ളും ഡ്രൈ ആയി കിടക്കുന്നു. ലെൻസ് എനിക്ക് പറ്റിയതാണോ? എന്നാലും അത് ഫുൾ ടൈം ഞാൻ ആ ലിക്വിഡിൽ ഇട്ട് വെച്ചിരിക്കുവായിരുന്നു രാത്രി. പിന്നെയാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനത് വെച്ചത്. എന്നിട്ട് ഇങ്ങനെ തന്നെ. എന്നാ അമ്മ ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞ ഷുഗർ ഫ്രീ, പിന്നെ ഷുഗർ. ഇത് ഷുഗർ ഫ്രീ ഗോവ ജ്യൂസാ, പേരക്ക. ഇത് പേരക്കയും എന്തുവാണ് ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ അന്നാറും. അതെല്ലാം അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്തേ. ഞാൻ തണുപ്പിച്ച് കൊണ്ടുവന്നേ. ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാം. ഹെൽമെറ്റ് വെച്ചോണ്ട് തന്നെ ടേസ്റ്റ്. ഗേറ്റ് അടയ്ക്കണം. നമുക്ക് സ്പൂൺ വേണം. നമുക്ക് സ്പൂൺ വേണം. അല്ലാതെ എടുക്കാൻ പറ്റില്ല. എന്നാ കഴിച്ചിട്ട് പറ. ടേസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ട്, മധുരക്കുറവ്. മധുരം ഇല്ലാത്തതിന്റെ ഒരു ടേസ്റ്റ് വരും. അതെ, അത് കഴിച്ചു നോക്കും. മധുരം ഇല്ലെങ്കിൽ ഇത് വെള്ളം കണക്കാ അമ്മ കുടിച്ച്. ഇത് കുടിച്ച് ഈ ജ്യൂസാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ജ്യൂസാണ് ഇഷ്ടം. അത് സ്മൂതിയാ അമ്മേ, കട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? എന്താണ് ടേസ്റ്റ് ഇല്ല? ഒരു ചെറിയ കയ്പ് വരുന്ന. എന്ത്? അത് അന്നാറിന്റെ. അന്നാറൊക്കെ അടിച്ചാൽ എത്ര ടേസ്റ്റ് വരുന്നതാണ്. അന്നാറിന് ചെറിയ കയ്പ് വരും. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും? ഇല്ല, അത്രേ ഉള്ളൂ. ഒത്തിരി ആയിട്ട് അത്രേ ഉള്ളൂ. ആ ജിമ്മി പോണോ ഇനി? ഇതെന്താ അമ്മ തീർത്താ? ഇത് 2 മിനിറ്റ് ഇങ്ങോട്ട് മാറിയിരുന്നേ ഉള്ളല്ലോ. അപ്പൊ തന്നെ തീർന്ന സാധനം. അല്ല കുടിച്ചോ എന്ന് പറഞ്ഞാൽ ഇത്ര ഇടം തീർക്കണായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ചെറുക്കനെ ഇതിന് കണക്ക് പറയുന്നു. ആ ചെറുക്കൻ ഫ്രൂട്ട് മേടിച്ചോണ്ട് വരും, ജ്യൂസ് അടിക്കും. ആൾക്കാർ പറയുന്നത് ഞാൻ വേറെ കാര്യം അറിയാം. ആൾക്കാർ പറയുന്നത് ഞാനിത് ആഡ് ചെയ്യുവാണ് നീ മിക്സിക്ക്. മഹാബാബ സോറി കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. ഒരിക്കലും ഇല്ല. അർജുനമ്പി എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളോട് അത് പറയും. അയ്യോ, എല്ലാം ഒന്നും പറയാറില്ല കേട്ടാ. അത് ആഡൊന്നും അല്ല, അത് ഞാൻ പറഞ്ഞ് മേടിച്ചതാ. ഒരു ദിവസം അർജുനമ്പീന കഥ ഇറക്കരുത് പ്ലീസ് പ്ലീസ്. കുക്കർ നന്നാക്കാൻ പോയി കണ്ടച്ചു മനസ്സിപ്പോ നമ്മ അവിടെ ഒരു കിടു മിക്സി കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ചെയ്താടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് ഒരു അമേരിക്കൻ കമ്പനിയുടെ മീൻ. ഞാൻ പറഞ്ഞു പോടാ, ആദ്യം എവിടെയെങ്കിലും ഉറച്ചതില്ല, പിന്നെ അല്ലേ അമേരിക്കൻ. അതങ്ങനെ പറഞ്ഞു. അതാണല്ലോ, ഒരിക്കലും ആടല്ല കേട്ടാ. നമുക്കിപ്പോ റെസ്ക്യൂ ഓപ്പറേഷൻ പോകേണ്ടി വരും ജെയിംബിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി. അവനിപ്പോൾ ഒരു മുടിവെട്ടുന്ന കടയിരിക്കുകയാണ്. അവൻ മുടിവെട്ടാനാണ് പോയത്. അപ്പോൾ അവനെപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് അവന് 600 രൂപ വേണം. പറഞ്ഞാൽ 600 രൂപയ്ക്ക് എന്ത് മുടിവെട്ടെ? അല്ല, 600 രൂപയ്ക്ക് അവന് മുടിവെട്ടണ്ട, അതിനുള്ള പൈസ ഉണ്ട്. 600 രൂപയ്ക്ക് അവന് ഫേഷ്യൽ ചെയ്യണമെന്ന്. ഫേഷ്യൽ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുവാണ് അത് നാളെ ഞാൻ മറ്റേ ഫുട്ബോളിൻ്റെ ഇവന്റിന് പോകുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അല്ലല്ലോ പോകുന്നു, ഞാനല്ലേ. അപ്പം ഞാൻ പോകുന്നതിന് അവൻ ഫേഷ്യൽ ചെയ്യുന്നു. എന്തായാലും അയച്ചു കൊടുത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവനെ പോയി അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വരാം. ഞാനിവിടെ എത്തിയത് എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ മുടി വെട്ടിയേക്കട്ടെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. മുടി അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാം. ഈ അറിവുണ്ട്. ഇവിടെയാണ് എൻ്റെ അനിയൻ. ഇതെന്താണ്? നോക്കണ്ട വണ്ടി നീയല്ലേ എന്ന് പറഞ്ഞ ഈ ചത്ത മോന്തൊക്കെ മാത്രം എന്തിനാക്കുന്നതാ? ഒരണ്ടാവിലെടുത്തിട്ട് കയറി ചാടറ. ഒരണ്ടാവിൽ കയറിട്ട് ചാടറ. എന്തായാലും നിനക്ക് പൈസ ഞാനല്ലേ കൊടുക്കുന്ന. പൈസ കൊടുത്തിട്ട് ഇറങ്ങിപ്പോ. പറഞ്ഞ ഞാനാണല്ലോ നാളെ പോകുന്നത്. നീ എന്തിനാണ് എന്റെ മോഹൻ ഫേഷ്യൽ ചെയ്യുന്നത്? അത് കിടന്നൊക്കെ 45 മിനിറ്റ് എടുക്കും. 45 മിനിറ്റ് ഉള്ള കിടപ്പാടാ ഇത്. സ്റ്റീം ബാത്തൊക്കെ ഉണ്ട്. സ്റ്റീം ബാത്ത് എന്നെ കുളിപ്പിച്ച് കിടത്താനാടാ. മൂക്കി 2 പഞ്ഞിയും വെക്കടാ. ഇറങ്ങിപ്പോ. ഞാൻ ഉദ്ദേശിച്ചു എനിക്കൊന്നും ചെയ്യാന്ന്, പക്ഷെ ഇവിടെ കൊടുക്കാൻ തിരക്ക് നടക്കില്ല. ജിമ്മിൽ പോകണം. ആണോ? കുഴപ്പമില്ല. ജസ്റ്റ് ഫേഷ്യൽ അല്ല, ജസ്റ്റ് മുടി മാത്രം. നിന്നോണ്ട് ചെയ്യണ്ട. നീ മോന്തയ്ക്ക് കരിവാരം കരിയല്ലേ?
മോന്തയ്ക്ക് എന്താണ് എന്ത് പറയുന്നത്? ഇപ്പൊ ചെയ്യിപ്പിച്ചുതരാം. മോന്തയ്ക്ക് കുമ്മായന്മാര് തേച്ചിരിക്കുവല്ലേ, കുറച്ച് മിണ്ടായിരി. കോണ്ടാക്ട്സ് അറിയത്തില്ല എന്റെ. കുഴപ്പമില്ല, കുമ്മായന്മാരില്ല, മിണ്ടായിരി എന്ന്. ഇവിടെ പൈസ കൊടുത്താ മതി. മുടി വെട്ടിയാ? മുടി വെട്ടിയാ? എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പോകും. വേണ്ട, എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കുന്നില്ല. മുടിയെ വെട്ടി, അതിനും കൊടുക്കും. മുടിക്ക് കൊടുത്താ? പിന്നെ ആരുടെയും ഔദാര്യത്തിൽ മുടി വെട്ടേണ്ട ആവശ്യമില്ല. മുടിക്ക് കൊടുത്തില്ലേ? സ്വന്തം പൈസ എനിക്ക് ഉണ്ടാവും. ഈ ഫേഷ്യൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ, ആ, facial എക്സ്ട്രാ ഒന്നും വേറെ പണിയില്ലല്ലേ? അതിന് മാത്രം കൊടുത്തിട്ട് പോയാൽ മതി. ആ ശരിയാണ്. എന്താ നടക്കുന്നത്? കുറച്ച് അണ്ണാക്കിലോട്ട് മാറി തേച്ച് കേട്ടാ, കുറച്ച് ഉള്ളും കൂടി കളിക്കട്ടെ. ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. പറയേണ്ട ആവശ്യമില്ല. ഒക്കണം. ബൈ. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ പോകണം. അവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഓൾറെഡി നല്ല ലേറ്റാ. എവിടെ പോയി? ഞാൻ ജിമ്മിൽ പോവാ. ജിമ്മിൽ ഇപ്പം പോയിട്ടുണ്ടായിരുന്നു. താക്കോല് മേടിക്കാൻ പോകണം. താക്കോല് മേടിക്കാൻ പോകുന്നത് ജിമ്മിൽ ചെയ്യാൻ പോവാ. എന്താ എല്ലാവർക്കും സെയിം വിഷയമാണല്ലോ. ഞാൻ പോകുന്നുണ്ടല്ലേ. അല്ല, ഞാൻ പോകുന്നുണ്ട്. അച്ഛനൊന്നും പോകുന്നില്ലല്ലോ, അച്ഛൻ വീട്ടിലിരിക്കുമല്ലേ. അച്ഛൻ സ്വന്തമായിട്ട് ചൊറിയുന്ന പോലല്ലേ, അച്ഛനൊരു പടിയും വെച്ച് ചൊറിയുന്നത്. സൈക്കിളോട്ട് ഒന്നും ആകത്തില്ല, ഒന്നും ആകത്തില്ല. അച്ഛൻ 56 വയസ്സായിട്ട് രോഗം വന്നിട്ടില്ലെന്നും പറഞ്ഞ് രോഗം വരാതിരിക്കുന്നതാണ്. ഇപ്പൊ ഇല്ലല്ലേ, ഇപ്പോഴും ഉണ്ട്. ഇന്നും ചവിട്ടിയില്ല, ഒരു 10-25 കിലോമീറ്റർ. 10-15 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞാൽ ചേർത്തലെത്തും. ചേർത്തലയിൽ കൂടുതൽ ദൂരം പോയി ചുമന്നല്ലേ. അച്ഛന് പ്രാന്താളത്. ഞാൻ പോട്ടെ. എന്തുവാണ് ദൈവമേ, എൻ്റെ റൂമിനകത്ത് ഒക്യുപ്പൈ ചെയ്ത് ഇരിക്കുവാണല്ലോ ഇവന്മാരൊക്കെ. ഇവന്മാരല്ല, ലവൻ അവൻ എൻ്റെ റൂമിൽ കയറി ഒക്യുപ്പൈ ചെയ്ത് സ്ഥലം പിടിച്ചോണ്ടിരിക്കുക. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അമ്മയ്ക്ക് വൈകിയ, അപ്പം കഞ്ഞിയും കുറച്ച് ഇതേ ഉള്ളൂ. എനിക്കെല്ലാം പോയി കഴിക്കണം, വെയിറ്റ് കൂട്ടണ്ടല്ലേ. അപ്പോൾ ഇവനൊന്നും ഇറങ്ങണ്ടായിട്ട് നമുക്ക് വല്ലതും പോയി രാത്രി പോയി കഴിക്കേണ്ടി വരും. ഇപ്പം എപ്പം ഇറങ്ങുമെന്ന് അറിയത്തില്ല. കുടിക്കേണ്ടതിലുണ്ട് വേറെ. ഇപ്പം അടിച്ചത് ലസ്സി, ഗോവ ലസ്സി കേട്ടിട്ടില്ലല്ലോ. ഞാനും കേട്ടിട്ടില്ല, വെറുതെ അടിച്ചത്. പേരൊക്കെയും തൈര്. പിന്നെ ആ സ്ട്രീമൊക്കെ കഴിഞ്ഞ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അവന് വേണ്ടി ഫുഡ് മേടിച്ചേക്കാം. ഞാൻ എന്തായാലും പോയി കഴിക്കട്ടെ, എനിക്ക് ഈ ഫുഡ് കഴിഞ്ഞിട്ടില്ല. ഞാൻ കടയിലെത്തി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് പുട്ടും ബീഫ് റോസ്റ്റ് കേട്ടോ. ചിക്കൻ റോസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ. ഒഴിച്ച് കുടിക്കാം. ഒരു പുട്ട് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം നടക്കത്തില്ലതാണ്. ഇതോ ഫുഡ് കഴിച്ച് ഞാൻ, പക്ഷേ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് വീർത്ത് വന്നിട്ട് ഡൗട്ട്. മേ ബി ബിക്കോസ് ഓഫ് ഗ്യാസ്. അനിയൻ്റെ ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവനിപ്പോൾ സ്ട്രീം കഴിഞ്ഞാണ് അവിടെ അച്ഛനും അമ്മയും കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിന് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ഫുഡ്